താഴ്ചയിലെനിക്കവൻ തണലേകി. താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെന്റെ കണ്ണാനീർ പൊൻകരത്താൽ തുടിക്കുന്നൻ മനം സന്തോഷത്താൽ. തുടച്ചെന്റെ കണ്ണാനീർ പൊൻകരത്താൽ തുടിക്കുന്നൻ മനം സന്തോഷത്താൽ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ. നാവിനാലവനെ ഘോഷിക്കാം. അവനാത്രേ ആഹാരം. ജീവനാലെന്നെ വീണ്ടെടുത്തു. അവനാത്രേ ആഹാരം. ജീവനാലെന്നെ. കർത്താവിന്റെ തിരുനാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. വചനത്തിൽ നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കൃതാരാധനയെ കർത്താവ് നമുക്ക് നല്ലൊരു നിലയിലേക്ക് നയിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാക്കിയല്ലോ. കർത്താവിന്റെ വചനത്തിൽ നമ്മൾ കേൾക്കാൻ ഇടയായി തന്നത് എത്ര നല്ല കാര്യമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇരിക്കട്ടെ, അതിലൊന്നിലും നമ്മൾ പ്രശംസിക്കരുത്. കാരണം ഉദ്ദേശം നല്ലതായിരിക്കും, പക്ഷേ വഴി ജഡത്തിന്റെ വഴികൾ ആണോ എന്നുള്ളത് ചിന്തിച്ചു കൊള്ളണം. കാരണം വചനം പറയുന്നത് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കൽ ഉണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഒരു മനുഷ്യൻ എത്ര നല്ലതാണ്, അതായത് ദൈവത്തിന്റെ പെട്ടകം തന്റെ അടുക്കൽ കൊണ്ടുവരിക എന്നുള്ളത് ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ള കാര്യം തന്നെയാണ്. ദാവീദിനെ സംബന്ധിച്ച് ദാവീദ് അങ്ങനെ ചിന്തിച്ചെങ്കിൽ, പക്ഷെ അതിനുള്ള വഴി തെറ്റിപ്പോയി. വഴി എന്ന് പറയുന്നത് പെട്ടകത്തെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം അത് വഹിക്കാൻ ആളുണ്ട്. ആ വഹിക്കാനുള്ള അവകാശം ആ നാളുകൾക്ക് മുമ്പേ സ്വന്തം ജീവിതം പോലും നഷ്ടപ്പെടുത്തി പ്രാപിച്ചിട്ടുള്ള ലേവ്യര്, അവരെ വിട്ടിട്ട് പെട്ടകം ചുമക്കാൻ പോയി കഴിഞ്ഞാൽ അത് ദൈവത്തിന് പ്രസാദമാകുന്നില്ല. അത് ജഡത്തിന്റെ വഴികളാണ്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. ലക്ഷ്യം ദൈവികമാണ്, വഴി ജഡീകവുമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നദ്ധയിൽ ഈ വഴി, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വഴി അത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് നല്ലൊരു കാര്യമല്ലേ. അതായത് ഇസ്രായേൽ ജനം മുഴുവനും ആരാധിക്കാൻ ഒരു സ്ഥലത്ത് കൂടി വരുവാൻ തക്കവണ്ണം ഒരു പ്രതിഷ്ഠ എടുക്കണം. ഒരു പ്രതിഷ്ഠ, ആ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഒരു ഏഫോദ് ഉണ്ടാക്കി. പുരോഹിതന്മാർക്ക് ധരിക്കുന്ന ഒരു വസ്ത്രമാണ് ഏഫോദ്. അത് അത് ഉണ്ടാക്കണമെങ്കിലും അതിനേറ്റ വ്യവസ്ഥയുണ്ട്. ഈ ഏഫോദ് ഉണ്ടാക്കാനായിട്ട് ഗിദെയോനോട് ആരും പറഞ്ഞില്ല. ഗിദെയോൻ നല്ല ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് നല്ല യുദ്ധം ജയിച്ചു വന്ന് ഇസ്രായേലിനൊക്കെ പ്രിയപ്പെട്ടവനായിരിക്കുക. അന്നേരം ആ ഗിദെയോന് തോന്നുന്നത് എല്ലാവരും കൂടി ആരാധിക്കാനായിട്ട് ഒരു ഇതുണ്ടാക്കണം, ഒരു ഏഫോദ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ശേഖരിച്ച് ഏഫോദ് ഉണ്ടാക്കി. ഇസ്രായേലെല്ലാം അവിടങ്ങോട്ട് ആരാധിക്കാൻ ചെന്നു. ഏത് ദൈവാലയത്തെക്കാൾ കൂടുതൽ ഇപ്പോൾ ആരാധനയ്ക്ക് പോകുന്നത് ഏഫോദിന്റെ അടുക്കിലേക്ക്. ഇത് ഗിദെയോനും അവന്റെ കുടുംബത്തിനും കണിയായി തീർന്നു. ഗിദെയോന്റെ കുടുംബം ഇല്ലാതായി. വല്ല കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? എന്തെങ്കിലും ആവശ്യമുണ്ടോ? ആരെങ്കിലും പറഞ്ഞോ? ഗിദെയോന്റെ ജീവിതത്തിൽ ഇനി ഒന്നും ചെയ്തില്ലെങ്കിലും ഗിദെയോൻ തന്റെ ജീവിതം തലമുറയായിട്ട് അനുഗ്രഹിക്കപ്പെടാനുള്ള വഴി അവൻ ചെയ്തിട്ടുണ്ട്. ഇനി അതുമായിട്ടങ്ങ് പോയാൽ മതി. പക്ഷെ സമ്മതിക്കില്ല. കാരണം ഈ ജഡം എന്ന് പറയുന്നത് നമ്മുടെ സ്വാധീനത്തിലല്ല. അത് ഈ ലോകത്തിന്റെ സ്വാധീനത്തിലാണ്. ഈ ലോകം ദുഷ്ടന്റെ അധീനതയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ദുഷ്ടൻ തന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് ഈ ശരീരം. നമ്മുടെ ഉള്ളിൽ നന്മയ്ക്കുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഓർത്തുകൊള്ളണം, ആ നന്മയ്ക്ക് ആഗ്രഹിക്കുന്നത് തിന്മയിലെത്തിക്കാൻ തക്കവണ്ണം ഉള്ള പദ്ധതി അവൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് കണക്ക് കൂട്ടി മുമ്പോട്ട് നീങ്ങുന്നവന് ആപത്ത് വരില്ല, അല്ലാത്തവർക്കൊക്കെയും ആപത്ത് വന്ന് ഭവിക്കേണ്ടതായിത്തീരും. അതുകൊണ്ട് വഴി കർത്താവിന്റെ വചനം പറയുന്നത് ആദ്യമേ നിങ്ങൾ ജഡത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കണം. അത് നമ്മുടെ കീഴിൽ കൊണ്ടുവരണം. ഏത്? ഈ ശരീരം നമ്മൾ പറയുന്നത് കേൾക്കണം. ശരീരം പറയുന്നതല്ല നമ്മൾ കേൾക്കുന്നത്. നമ്മൾ പറയുന്നത് ശരീരം കേൾക്കണം. ഭക്തൻ പറയുന്നത് ശരീരം കേട്ടാൽ പ്രശ്നമില്ല. ശരീരം പറയുന്നത് ഭക്തൻ കേട്ട് കഴിഞ്ഞാൽ ദൈവത്തിന് വിരോധമായിരിക്കും. ശ്രദ്ധിച്ചാൽ മതി. ഏത് സന്ദർഭത്തിൽ ചെന്നാലും ചെയ്യാൻ പോകുന്നത് ഏറ്റവും നല്ലൊരു കാര്യം, എന്നാൽ ചെയ്തു വരുന്നത് ദൈവത്തിന് വിരോധം. ഇന്നും ഈ അവസ്ഥയ്ക്ക് നമ്മൾ കീഴടങ്ങിപ്പോകാതെ വണ്ണം ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി തന്നെ നമ്മെ തന്നെ സമർപ്പിച്ച് നമ്മൾ ഈ ജഡത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി ദൈവത്തിന്റെ ഇഷ്ടം
ചെയ്യുവാൻ തക്കവണ്ണം ജഡത്തിന്മേൽ നമുക്ക് ആധിപത്യം ഉണ്ടാകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. അതിനുവേണ്ടി നമ്മൾ ഓർത്തുകൊള്ളണം, ഒരു വാക്ക് മതി, ഒരു വാക്ക് മതി. അല്ല, അനേക കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഈ ജഡത്തിന്റെ ഒരു വാക്ക് മതി. അതിനാൽ ദോഷത്തിൽ അവസാനിക്കാൻ, അത് സംഭവിക്കാതിരിക്കാൻ ദൈവകരങ്ങളിലേക്ക് നമ്മളെ ചെയ്യുന്ന ആളുകളിൽ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നിങ്ങളെ വിട്ട് നീങ്ങുന്നില്ല എന്ന് വചനത്തിലുള്ളത് പോലെ ജഡത്തെ തെറ്റിപ്പിച്ച് അടിമയാക്കി ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് സഭയെ കർത്താവ് പരിപാലിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് മുട്ടുകളടക്കം പ്രാർത്ഥിക്കാം. മുട്ടുമടക്കാം.